അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് എറണാകുളം ജംഗ്ഷനിൽ നിൽക്കുകയാണ്. അപ്പോൾ ഞാനിന്ന് എറണാകുളം ടാറ്റാനഗർ എക്സ്പ്രസ്സിൽ ഞാനിപ്പോൾ ആലുവ വരെ പോവുകയാണ്. തൃശ്ശൂർ വരെ പോകണമെന്നുണ്ട്, പക്ഷേ മഴയൊക്കെ ഇല്ല, അതുകൊണ്ട് ആലുവ വരെ പോകുന്നുള്ളൂ. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കാണാം. ഇതൊരു ഇൻഫോർമേഷൻ വീഡിയോയും കൂടിയാണ്. എല്ലാവരും അവസാനം വരെ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി എറണാകുളം ജംഗ്ഷനിൽ 2 മിനിറ്റ് ഡിലേ ആയിട്ട് പുറപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ ലേറ്റ് ആവാറില്ല, ചില സമയത്ത് പാലക്കാട് എത്തുമ്പോൾ മാത്രം ഇത് അരമണിക്കൂർ ലേറ്റ് ആവും. അപ്പോൾ ഈ വണ്ടി അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് ആലുവ, പിന്നെ അത് കഴിഞ്ഞ് തൃശ്ശൂർ, അത് കഴിഞ്ഞ് പാലക്കാട്. കേരളത്തിൽ ഇത്രയും സ്റ്റോപ്പുള്ളൂ. പിന്നെ ഈ വണ്ടിയുടെ പുറകയിൽ ധൻബാദ് എക്സ്പ്രസ് ഉണ്ട്. അപ്പോൾ ഇത് ഈ രണ്ടും ഒരേ സ്റ്റേറ്റിലോട്ടാണ്, ജാർഖണ്ഡിലോട്ടാണ് ഈ വണ്ടി പോകുന്നത്. ഒരെണ്ണം ടാറ്റാനഗറും പിന്നെ ധൻബാദ് ചെന്നൈ പോവും, ഇത് ചെന്നൈയിലോട്ട് പോവില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ 06017 ഷൊർണൂർ എറണാകുളം മെമു പാസഞ്ചറാണ്. ഇതാണ് ആലപ്പുഴ പാസഞ്ചറായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി എറണാകുളം ടൗണിൽ ഇത് സ്കിപ്പ് ചെയ്യാണ്ട്, എറണാകുളം ടൗണിൽ ഇത് സ്കിപ്പ് ചെയ്ത് പോവാണ്. ഇതിന് ടൗണിൽ സ്റ്റോപ്പൊന്നുമില്ല. ഇതിന് അടുത്ത സ്റ്റോപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ ആലുവയാണ്. അത്യാവശ്യം നല്ല സ്പീഡ് ഉണ്ട് കേട്ടോ. എക്സ്പ്രസ് ആണെങ്കിലും സൂപ്പർ ഫാസ്റ്റിൻ്റെ സ്പീഡ് എടുക്കുന്നുണ്ട് ഈ വണ്ടി. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ കന്യാകുമാരി എക്സ്പ്രസ് ആണ്. ബാംഗ്ലൂർ കന്യാകുമാരി എക്സ്പ്രസ്സാണ് ഇപ്പോൾ എറണാകുളം ടൗണിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ബാംഗ്ലൂർ കന്യാകുമാരി എക്സ്പ്രസ്. അപ്പോൾ ഗായ്സ്, കന്യാകുമാരി എക്സ്പ്രസ് പോയിക്കൊണ്ടിരിക്കുക കോട്ടയം ഭാഗത്തോട്ട്. അപ്പോൾ നമ്മുടെ മഴയായതുകൊണ്ട് ചില ട്രെയിനൊക്കെ ഷോർട്ട് ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ 2 ട്രെയിനൊക്കെ റദ്ദാക്കിയിട്ടുണ്ട്. ഇന്ന് രാവിലെ വരുന്ന ചെന്നൈ, എഗ്മോർ, ഗുരുവായൂരൊക്കെ എറണാകുളം വരെ നിർത്തിയിട്ട് ഗുരുവായൂർ പോയ എറണാകുളം വരെ ഷോർട്ട് ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ട് ചില ട്രെയിനൊക്കെ മഴയായതുകൊണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ട്രെയിനിൻ്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. ഈ എറണാകുളം ടാറ്റാനഗർ ട്രെയിനിൻ്റെ നമ്പർ എന്ന് പറയുന്നത് ട്രെയിൻ നമ്പർ 181901889. ഇതാണ് ഇതിൻ്റെ ട്രെയിൻ നമ്പർ എന്ന് പറയുന്നത്. ഇത് എറണാകുളത്ത് നിന്ന് 7:15 രാവിലെ പുറപ്പെട്ട് 3-ാമത്തെ ദിവസം 5 മണിക്ക് എത്തുന്ന രീതിയിലാണ് ഇതിൻ്റെ ടൈം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. തിരിച്ച് ഈ വണ്ടി 5:15 വെളുപ്പിനെ പുറപ്പെട്ട് 3-ാമത്തെ ദിവസം എറണാകുളത്ത് വെളുപ്പിന് 1:55 എത്തുന്ന രീതിയിലാണ് ഇതിൻ്റെ ടൈം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഇത് ജാർഖണ്ഡ് എന്ന സ്റ്റേറ്റിലോട്ടാണ് ഈ വണ്ടി ഇങ്ങനെ പോകുന്നത്. നേരത്തെ ഇത് വീക്കിലി വണ്ടിയാണെന്ന്, ഇപ്പം ഇത് എല്ലാ ദിവസമുള്ള വണ്ടിയാണ്. എല്ലാ ദിവസവും ഉണ്ട് ഈ വണ്ടി എറണാകുളം ടാറ്റാനഗർ. അപ്പോൾ ഗായ്സ്, നമ്മൾ എടപ്പള്ളി സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. എടപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യാണ്. അപ്പോൾ ട്രെയിൻ അങ്ങനെ ഡിലേ ആവാറില്ല. ഇത് തൃശ്ശൂർ വരെ ഓൺ ടൈമിൽ ഓടും. പിന്നെ പാലക്കാട് എത്തുമ്പോൾ ചിലപ്പോൾ അരമണിക്കൂർ ലേറ്റ് ആവും. ഞാൻ നേരത്തെ സ്റ്റാറ്റസ് നോക്കുമ്പോൾ കാണാറുണ്ട് 10 മണിക്ക് എത്തണതിന് വരെ 10:30 എത്തണം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ എറണാകുളത്ത് നിന്ന് പുറപ്പെടുന്നതിന് മുന്നേ തന്നെ ടിക്കറ്റ് ചെക്ക് ചെയ്യാൻ TTR വന്നു. അപ്പോൾ എൻ്റെ ഇപ്പുറത്തിരിക്കുന്ന ആൾ 2 പേര് ടിക്കറ്റ് എടുത്തിട്ടില്ല. എന്നിട്ട് ടിക്കറ്റ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ ടിക്കറ്റ് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ പറഞ്ഞത്, എന്നിട്ട് ടീച്ചർ ഇറങ്ങാൻ പറഞ്ഞു. എന്നിട്ട് ടീച്ചർ ഇങ്ങനെ അവരോട് പറഞ്ഞു, നിനക്കൊക്കെ പണിയെടുത്ത് ജീവിച്ചുകൂടെ എന്നും പറഞ്ഞ് കമൻ്റ് അടിച്ച് നാണം കെടുത്തി. ടിക്കറ്റില്ലാതെ നമ്മൾ യാത്ര ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി കളമശ്ശേരി സ്കിപ്പ് ചെയ്യാണ്. ടാറ്റാനഗർ എക്സ്പ്രസ് എന്നാണെങ്കിൽ ഇത് സൂപ്പർ ഫാസ്റ്റിൻ്റെ സ്പീഡ് എടുത്താണ് പോകുന്നത്. കാര്യം രാവിലെ ട്രെയിനൊന്നുമില്ലല്ലോ. മുന്നിൽ എനിക്കൊന്ന് നിലമ്പൂർ റോഡ് എക്സ്പ്രസ് ഉണ്ട്, അത് പോയി. അത് 6:45 എന്തോ ആണ്. പിന്നെ അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മുടെ
ടാറ്റാനഗർ എക്സ്പ്രസ് വിടുന്നത് 7:15. അപ്പം പിന്നെ ട്രെയിനൊന്നുമില്ല, ഫ്രണ്ടിൽ വേറെ ട്രെയിനൊന്നുമില്ല, അതുകൊണ്ട് നല്ല കത്തിക്കലാണ് വണ്ടി. ഇപ്പം നമ്മുടെ വണ്ടി ആലുവ എത്താറായി, കുറച്ചും കൂടി ഉണ്ട്. പക്ഷേ വണ്ടി ഇപ്പോൾ നല്ല സ്ലോയിലാണ് പോകുന്നത്. എന്താണ് കാര്യമെന്ന് അറിയില്ല. എന്തെങ്കിലും ട്രാക്കിൽ എന്തെങ്കിലും പണിയുണ്ടാവും, അതായിരിക്കും. സ്പീഡ് ലിമിറ്റൊക്കെ ഉണ്ട്, അതായിരിക്കും പതിയെ പോകണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി ആലുവ എത്തിയിരിക്കണം, ആലുവ റെയിൽവേ സ്റ്റേഷന്. അപ്പോൾ ഞാൻ ചിലപ്പോൾ അടുത്ത ട്രിപ്പ് എന്ന് പറയാൻ എനിക്ക് ധൻബാദ് എക്സ്പ്രസ്സിലൊന്ന് കയറണമെന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ പുറകെ വരുന്നതായിരിക്കും ചാനലിൽ. അപ്പോൾ കാത്തിരിക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.